ഏറെ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. ഏറെ ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാവ്യശിഖയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ പോലെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു ജൈത്രയാത്രയുടെ സമാപനം. സമാധാന ജ്വാലയുടെ യുദ്ധത്തിനെതിരെ അക്ഷരങ്ങൾ കൊണ്ട് തീപ്പൊരി ചിതറിയ ഒരു ക്യാമ്പയിന്റെ ഉജ്ജ്വലമായ സമാപനം. ഇന്നത്തെ സമാധാന ജ്വാല ക്യാമ്പയിന് ആമുഖ ഭാഷണം നടത്തുന്നത് കാവ്യശിഖയുടെ അമരക്കാരനായ ഞങ്ങളുടെ സ്വന്തം രാവുണ്ണിമാഷാണ്. രാവുണ്ണിമാഷിനെ ഏറെ സ്നേഹത്തോടെ സമാധാന ജ്വാലയുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സമാധാന ജ്വാല ക്യാമ്പയിന്റെ അധ്യക്ഷത പദം അലങ്കരിക്കുന്നത് ഡോക്ടർ സുഭാഷിണി മഹാദേവനാണ്. സുഭാഷിണി ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സമാധാന ജ്വാല ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംവദിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും കവിയുമായ പ്രൊഫസർ ആർ ബിന്ദു മാമാണ്. ബിന്ദു മാമിനെ ഏറെ സ്നേഹത്തോടെ സമാധാന ജ്വാലയുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ സമാധാന ജ്വാലയിൽ സമാധാന ജ്വാലയുടെ അവലോകനം നടത്തി നമ്മോട് സംസാരിക്കുന്നത് സമാധാന ജ്വാലയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വീഡിയോകളായും പോസ്റ്ററുകളായും നിരന്തരം സംബന്ധിച്ചു കൊണ്ടിരുന്ന ചാക്കോ മാഷാണ്. ചാക്കോ മാഷെ ഏറെ സ്നേഹത്തോടെ സമാധാന ജ്വാലയുടെ ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പരിപാടിക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് സുധീഷ് ചന്ദ്രൻ സഖാവാണ്. സമാധാന ജ്വാലയിൽ ഉദ്ഘാടന പോസ്റ്ററുകൾ വളരെ ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്നത് സഖാവാണ്. സഖാവിനെ ഏറെ സ്നേഹത്തോടെ സമാധാന ജ്വാലയുടെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ സമാധാന ജ്വാലയ്ക്ക് മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ടവരെയും വാക്കായും വരിയായും ചേർന്ന് നിന്നവരെയും സമാന ചിന്താഗതിയോടെ കാവ്യശിഖയോടും സമാധാന ജ്വാലയോടും ചേർന്ന് നിന്നവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ തുടർ നടപടിക്കായി അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ശ്രീ സുഭാഷിണി ടീച്ചറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. സമാധാന ജ്വാലയിൽ വെളിച്ചം പകർന്നു വന്നവർക്കെല്ലാം എൻ്റെ ഹൃദയാഭിവാദനം. കവിയായിരിക്കുക എന്നത് ഒരു നിയോഗമാണ്. നീതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ഹിംസത്തിനെതിരെ, ജീവന്റെ തുടർച്ചയ്ക്ക് വേണ്ടി പോരാടുക എന്ന ജന്മദൗത്യമാണ് ഓരോ കവിയും ഏറ്റെടുക്കുന്നത്. സ്വാഭാവികമായി ലോകത്തെമ്പാടും പരക്കുന്ന യുദ്ധങ്ങൾ, 10,000-കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിക്കൊണ്ട് ദിഗ്വിജയം നേടുന്ന ഭരണാധിപന്മാർ, അവരുടെ അട്ടഹാസങ്ങളാണ് ലോകത്താകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് മാനിഷാദ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കവികൾ സമാധാന ജ്വാല തെളിയിക്കുന്നു. എല്ലാ യുദ്ധങ്ങളും മനുഷ്യവംശത്തിനെതിരാണ്. അത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും എതിരാണ്. 1000-കണക്കിന് 10,000-കണക്കിന് കുഞ്ഞുങ്ങളാണ് ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്നതിന് മുമ്പേ ഈ ഭൂമിയിൽ നിന്നും മരണത്തിലേക്ക് സഞ്ചരിക്കുന്നത്. അങ്ങനെ ഈ അതിമനോഹരമായ ഭൂമിയിൽ ജീവിക്കാനുള്ള സൗഭാഗ്യങ്ങൾ നിഷേധിക്കപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വേണ്ടിയാണ് ഓരോ കവിയും സംസാരിക്കുന്നത്. തീർച്ചയായും ഇത്തരം ഹിംസകൾ എവിടെയെല്ലാം ഉണ്ടാവുന്നുണ്ടോ അവിടെയെല്ലാം എതിർവാക്കുമായി കവിത വരും. അങ്ങേയറ്റം ദുഷ്ട നിറഞ്ഞ മുഖങ്ങളും രാക്ഷസീ ആസക്തിയുമായി എത്രമേൽ ചോര കുടിച്ചാലും മതിവരാതെ, മാംസം തിന്നാലും വിശപ്പ് മാറാത്ത ക്രൂരതയുടെ മർത്യാവതാരങ്ങളായ ഭരണാധികാരികൾ ലോകത്ത് പലയിടത്തും രാഷ്ട്ര നേതൃത്വത്തിലേക്ക് വന്നു കഴിഞ്ഞ ഒരു ആപൽക്കരമായ കാലത്താണ് നാം ജീവിക്കുന്നത്. അത്തരമൊരു കാലത്ത് കവിതയ്ക്കോ ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്. ആ പറയുന്നതിൻ്റെ ഒരു വിനീതമായ തുടക്കമാണ് കാവ്യശിഖ ചെയ്തത്. 1000-ലേറെ കവികൾ ഈ സമാധാന ജ്വാലയിൽ പങ്കെടുത്തു. അതിൽ കൂടുതലും ചെറുപ്പക്കാരായിരുന്നു, യുവതികളാണ്, സ്കൂൾ കുട്ടികളാണ്. LKG കുട്ടികൾ മുതൽ
മുതിർന്ന 90 വയസ്സുള്ള എഴുത്തുകാർ വരെ ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തു. ഈ ക്യാമ്പയിൻ അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിൽ ആ ചുമതല ഏറ്റെടുത്ത ശ്രീ ചാക്കോടി അന്തിക്കാട്, രംന വികാസ്, വിനില, സുധീഷ് ചന്ദ്ര സഖാവ് എന്നിവർ ചെയ്തു തന്ന സഹായം വാക്കുകളിൽ ഒതുക്കാവുന്നതല്ല. ഒരു ജന്മദൗത്യം പോലെ അത് നിർവഹിക്കുകയാണ്. പകലില്ലാതെ ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ ഈ പ്രവർത്തനം ഏറ്റെടുത്ത ആ സഹോദരങ്ങളെ, കാവ്യശിഖയുടെ പ്രവർത്തകരെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. വാക്കുകൊണ്ട്, വരികൊണ്ട്, വികാരം കൊണ്ട്, ചിന്ത കൊണ്ട് അവസാനത്തെ യുദ്ധത്തിനെതിരെ വരെ കവിത കൊണ്ട് പോരാടിക്കൊണ്ടിരിക്കും എന്ന ദൃഢപ്രതിജ്ഞയുമായി വന്ന എല്ലാ കവികളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. സച്ചിദാനന്ദ മാഷ് മുതൽ ബിന്ദു ടീച്ചർ വരെ പലതരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉന്നത പദവികളിൽ ഇരിക്കുന്നവർ ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തു. അവർക്കും കൂടെ നിന്ന എല്ലാവർക്കും, ഒപ്പം നിന്ന എല്ലാവർക്കും മനുഷ്യവംശത്തിന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും യുദ്ധമുണ്ടായാൽ, ഇനിയും അനീതി ഉണ്ടായാൽ, ഇനിയും ഹിംസയുണ്ടായാൽ അതിനെതിരെ കവിത കൊണ്ട് പ്രതിരോധിക്കുക എന്ന കവികളുടെ ധർമ്മം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് തുടർന്നും നിർവഹിക്കേണ്ടി വരും. ഒരു യുദ്ധം എല്ലാ യുദ്ധങ്ങളുടെയും അവസാനമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. തീർച്ചയായും ഹൃദയം കൊണ്ട്, ശരീരം കൊണ്ട് ഒപ്പം മുന്നോട്ട്, ഇനിയും മുന്നോട്ട്. സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുള്ള, അഭിമാനമുള്ള ഒരു ദിവസമാണ് ഓഗസ്റ്റ് 17. തീർച്ചയായിട്ടും ജൂൺ 17 മുതൽ ഓഗസ്റ്റ് 17 വരെയുള്ള 2 മാസം എന്ന് പറയുന്നത് നമ്മൾ ലോകത്തോട് സംസാരിക്കുകയായിരുന്നു. യുദ്ധവെറിയന്മാർക്കെതിരെ ലോകത്തോട് സംസാരിക്കുകയായിരുന്നു. ലോകത്തിലെ ഒരു സംഘടനയും ഇങ്ങനെ തുടർച്ചയായിട്ട് 2 മാസം ഒരു ക്യാമ്പയിൻ എന്നുള്ളത് നടക്കാറില്ല. ഒരു ദിവസത്തെ പ്രതിഷേധം, അങ്ങനെയൊക്കെയാണ് അതിന്റെ രീതി. ഇവിടെ യുദ്ധമാണ് വിഷയം. എല്ലാവരും ഈ 62 ദിവസം, ഇന്നത്തെ ഉദ്ഘാടന ദിവസം അടക്കം 62 ദിവസങ്ങളിൽ പറഞ്ഞത് യുദ്ധം വേണ്ട എന്നുള്ളത് തന്നെയാണ്. ലോകത്തിലെ സമാധാനമാണ് 99.4% മനുഷ്യരും. 650 കോടി മനുഷ്യരുണ്ടെങ്കിൽ കുറച്ച് ആയിരങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ സമാധാനം വേണം, സമാധാന ജീവിതം വേണം, സ്വസ്ഥമായ ജീവിതം വേണം. എല്ലാവരും പരസ്പരം സഹോദര്യത്തോടും സ്നേഹത്തോടും കൂടി പരസ്പരം പങ്കുവെച്ചുകൊണ്ടുള്ള ജീവിതം വേണം. ഇത് തന്നെയാണ് ലോകം മനസാക്ഷി ആഗ്രഹിക്കുന്നത്, എല്ലാ കാലത്തും ആഗ്രഹിച്ചിട്ടുള്ളത്. നമ്മൾ മാൻമെയ്ഡ് വാറിനെ കുറിച്ചാണ് പറയുന്നത്. നാച്ചുറൽ കലാമിറ്റികളും അതുപോലെയുള്ള പാൻഡമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തൊരു സഹോദരം ഒരുമിച്ചാണ് നിൽക്കുന്നത്. കാരണം മരണമാണ് മുന്നിൽ. ഇവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ടും നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ കൊറോണയ്ക്ക് ശേഷം ലോകം മുഴുവൻ ഭീഷണിയുടെ മുനമ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരുമിച്ച് നിന്നുകൊണ്ട് അന്ന് ലബോറട്ടറികളൊക്കെ പ്രവർത്തിച്ചത് വാക്സിൻ കണ്ടുപിടിക്കാനാണ്, പ്രതിവിധി കണ്ടുപിടിക്കാനാണ്. അതേ ലബോറട്ടറികൾ തന്നെ പിന്നീട് ഈ പറഞ്ഞ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നതും അത് 45 ഹിരോഷിമ നാഗസാക്കി മുതൽ ഇങ്ങനെ വരുന്നുണ്ട്. ആറ്റം ബോംബ് ഉണ്ടാക്കാനായിട്ട് ഈ ലബോറട്ടറികൾ ഉപയോഗിക്കുക എന്നുള്ളത്. യുദ്ധവെറിയന്മാർ എന്ന് പറയുന്നവർ ലോകത്തിന് ശാപമാണ്. ശരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ പോലും ലോകത്തിന് ശാപമാണ്. ഞാൻ കൂടുതൽ പറഞ്ഞാൽ അതിങ്ങനെ അധികപ്പറ്റായി മാറും. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ കാവ്യശിഖയുടെ ഓരോ ക്യാമ്പയിനും, ഇന്ത്യ ക്യാമ്പയിൻ ഓഗസ്റ്റ് 15 കർഷകർക്കുള്ള ഐക്യദാർഢ്യം, പ്രണയത്തിന്റെ ദിവസം വാലന്റൈൻസ് ഡേയില് നമ്മൾ പ്രണയം അരുത് എന്ന് പറയുന്ന സംഘപരിവാർ ശക്തികൾക്കെതിരെ ശക്തമായിട്ട് പ്രണയ കവിതകൾ എഴുതൂ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പയിൻ നടത്തി. മണിപ്പൂർ കലാപം വന്നപ്പോൾ അതിന് മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് മൂവ്മെന്റ് നടത്തി. ഇങ്ങനെ ഓരോ സമയത്ത് ഇടപെടുകയും നമ്മുടെ ശില്പശാലകളും നമ്മുടെ പുസ്തകങ്ങളും 5-8 പുസ്തകങ്ങൾ എല്ലാം ചേർന്നുകൊണ്ട് വലിയൊരു മൂവ്മെന്റാണ് കാവ്യശിഖ നടത്തുന്നത്. വലിയൊരു മാതൃകയാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് അഭിമാനിക്കാവുന്ന മാതൃകയാണ് തൃശ്ശൂർ ജില്ലയുടെ കാവ്യശിഖ ഗ്രൂപ്പ് ചെയ്യുന്നത്. അതിന് നേതൃത്വം വഹിക്കുന്നത് ഡോക്ടർ സി രാവുണ്ണിയാണ്. സ്കൂൾ കോളേജ് കാലം മുതലേ സംഘടനാശേഷിയുള്ള, അത്രയും പുരോഗമന സ്വഭാവമുള്ള, അത്രയും ജനാധിപത്യ മൂല്യബോധമുള്ള, മനുഷ്യത്വമുള്ള, സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. എന്തും തുറന്നു പറയാവുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഞാൻ ഈ സമാധാന ജ്വാലയുടെ ചെയർമാൻ അദ്ദേഹമായിരിക്കും. ഞാൻ കൺവീനറായിട്ട് ഞാൻ ഏറ്റെടുത്തു. കോർഡിനേറ്റ് ചെയ്യുന്ന എനിക്കൊരു ഹരമാണ്. തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കും, നമ്മൾ ഈ കേരളത്തിൽ എത്രയോ മനുഷ്യരോട് നമുക്ക് ബന്ധങ്ങളുണ്ട്. കുറച്ച് ശത്രുക്കൾ ഉണ്ടാവും, അത് വേണം, വൈരുദ്ധ്യങ്ങളാണല്ലോ.
അത്രയും ബന്ധങ്ങളുള്ളവർ വിളിച്ചാൽ നമുക്ക് യുദ്ധവിരുദ്ധ കവിതകൾ കിട്ടും. അതുപോലെ നമ്മുടെ കമ്മിറ്റിയിൽ രാവണി മാഷ് ചെയർമാൻ, ഞാൻ കൺവീനർ എന്ന് പറയുമ്പോൾ തുറന്ന് അതിൻ്റെ അകത്തുള്ള ആളുകൾ ശ്രദ്ധിച്ചു നോക്കും. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കോർഡിനേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ പ്രധാനമായിട്ട് 3 പേര് അതിനകത്തുണ്ട്. രമന വികാസ് ഉണ്ട്, ഡോക്ടർ അജയ് നാരായണനുണ്ട്, സുധീഷ് ചന്ദ്ര സഖാവുണ്ട്. അങ്ങനെ 3 കോർഡിനേറ്റേഴ്സ്. പിന്നെ അവിടുന്ന് അതിന്റെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ജനകീയ ബന്ധങ്ങളുള്ളവരാണ്. ശ്രീജ വിധു, റീബ പോള്, ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, ഗീത ടി, ജയറാം വാഴൂർ, ജൈന ചക്കാമഠത്തിൽ, ജിതേഷ് NS, ഡോക്ടർ പ്രമോദ് കെ നറാത്ത്, മെഹറൂസ് പ്രമോദ്, രേഖ സജീവൻ, ബിനില കെ ബാബു, സിന്ധു ഭദ്ര, ബിസി ഹരിദാസ്, റിജില ഷെറിൻ, അജികുമാർ നാരായണൻ, അപർണ അനീഷ് കച്ചേരി, റൂബി ഫൈസൽ, സുഭാഷ് പോണോളി, വ്യത്യസ്ത ജില്ലകളിലുള്ളവരാണ്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് കൂടിയാണ് തീർച്ചയായിട്ടും ഈ സംരംഭം വിജയിക്കും എന്നുള്ളതിന്റെ എനിക്ക് നൽകിയ പ്രചോദനം. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസം വിളിക്കുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു. പലരും ഒഴിവനുസരിച്ച് പലരും സമയങ്ങൾ കുറവ്, പക്ഷെ കുറെ പേര് കൂടുതൽ സമീപിക്കുന്നു. സുധീഷ് ചന്ദ്ര സഖാവിനെയൊക്കെ സമ്മതിക്കണം. രാത്രി 11 മണിക്ക് പോസ്റ്റർ ഉണ്ടാക്കി തരുന്നു. വീഡിയോകൾ 11, 12, 1 മണിക്കൊക്കെ വന്നിട്ടുണ്ട്. ഞാനതിരുന്ന് എഡിറ്റ് ചെയ്തു, VN എഡിറ്റ് ചെയ്യുന്നു. അങ്ങനെ വലിയൊരു മൂവ്മെന്റ് ആണ്. ഇനി നമുക്ക് ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടനം ഡോക്ടർ R. ബിന്ദു ആണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയാണ്. നമ്മുടെ കവിശികയിലെ പ്രധാന മെമ്പറാണ്. നല്ല കവിതകൾ എഴുതുന്ന, വളരെയധികം ആവിഷ്കാര സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ആത്മസുഹൃത്താണ്. അപ്പോൾ കൃത്യമായിട്ടും ബിന്ദു ടീച്ചറെ തന്നെ കിട്ടി. സച്ചിദാനന്ദ മാഷ് ജൂൺ 17 ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 17 ബിന്ദു മിനിസ്റ്റർ അത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ഇനി നമ്മുടെ ഇതിനകത്ത് ഉദ്ഘാടകനായിട്ട് വന്നവരെ ഒന്ന് ആലോചിച്ചു. ഞാൻ ചെറിയൊരു അവലോകനം ചെയ്യുമ്പോൾ എല്ലാം പറയേണ്ടത് എഴുതിയിട്ടാണ്. ആദ്യ ദിവസം കെ സച്ചിദാനന്ദ മാഷ്, പിന്നെ അശോകൻ ചെരുവില്, പിന്നെ ജൂൺ 17, 18, 19 പറയുന്നത് പ്രിയനന്ദനൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ, അഡ്വക്കേറ്റ് പ്രേംപ്രസാദ്, CP അബൂബക്കർ മാഷ്, ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ. 1ാം ഘട്ടം കഴിഞ്ഞു. 7 ദിവസമാണ് ഓരോ ഘട്ടങ്ങൾ. 9 ഘട്ടമാണ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത്. കുട്ടികളുടെ നിരയിൽ പിന്നത്തെ ജൂൺ 24 മുതൽ കുട്ടികളാണ്. ഭദ്ര S, ഹരി ബിജു, അൽ ഹസീന്, അതിഥി അപർണ, ആദി സുധീഷ്. ഒരു ദിവസം നമുക്ക് ആൻ ഫ്രാങ്ക് ഡയറിയുടെ പരിചയപ്പെടുത്തലും രാവണി മാഷ് കാവ്യശിക്കയുടെ മൊത്തം പരിചയപ്പെടുത്തലായിട്ട് ഒരു ദിവസത്തെ ഉദ്ഘാടനം അങ്ങനെ പോയി. അപ്പോൾ അത് അങ്ങനെ 2ാം ഘട്ടം അവസാനിക്കുന്നു. 3ാം ഘട്ടത്തിലേക്ക് ജൂലൈ 1 വരുമ്പോൾ ഡോക്ടർ MN അഭിനയകുമാർ, ജയകുമാർ ചെങ്ങമനാട്, കുരീപ്പൂർ ശിവകുമാർ. ജൂലൈ 4 വരുമ്പോൾ PN ഗോപികൃഷ്ണൻ, ശ്രീജിത്ത് അരിയല്ലൂർ, കരിവെള്ളൂർ മുരളി, ചന്ദ്രശേഖരൻ കണ്ടി. 3ാം ഘട്ടം കഴിഞ്ഞു. 4ാം ഘട്ടം വരുമ്പോൾ UK സുരേഷ് കുമാർ, ഷൈജു അന്തിക്കാട്, പ്രഭാകരൻ പഴശ്ശി, രാജ്മോഹൻ നീലേശ്വരം, ശശിധരൻ നടുവിൽ. നാടകക്കാരും സിനിമാക്കാരും കവികളും കഥാകൃത്തുക്കളും സാംസ്കാരിക പ്രവർത്തകരും എല്ലാവരും വരുന്നുണ്ട്. ഫാറൂഖ് അബ്ദുൾ റഹ്മാൻ, ഫിലിം ഡയറക്ടർ. ജൂലൈ 14 രാജൻ തല്ലൂർ. 5ാം ഘട്ടം വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ അരിക്കത്ത്, കിനാവ്, ജിനൻ, പ്രസാദ് കാക്കശ്ശേരി, പ്രൊഫസർ ചന്ദ്രദാസൻ, നമ്മുടെ നാടക സുഹൃത്താണ്. BH ദിരാർ, തിരക്കഥാകൃത്ത്. അത് കഴിഞ്ഞിട്ട് BH ദിരാർ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ജയരാജ് വാര്യർ വന്നു, രാധിക പടിപ്പുര വന്നു. അപ്പോൾ അത് 6ാം ഘട്ടത്തിലേക്ക് കിടന്നു. ജയരാജ് വാര്യർ, രാധിക പടിപ്പുര, ജയറാം വാഴൂര്, വർഗീസ് ആന്റണി, വിനു നീലേരി, കേരമ, സജീവൻ അന്തിക്കാട്. കണ്ടാ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട. അത് കഴിഞ്ഞ് 7ാം ഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, ശാലിനി മുരളി, എടപ്പാൾ C. സുബ്രഹ്മണ്യൻ, TV ഹരിദാസ്, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താന്, ബിജു പത്നി നാരായണൻ, ഡോക്ടർ P. ഗീത. ഈ ഹിന്ദി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഭാഷ കോളേജിൽ നിന്ന് പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ഡോക്ടർ P. ഗീത. പിന്നെ 8ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ബാലഗോപാൽ കാഞ്ഞങ്ങാട്, സുജൻ പൂപ്പത്തി, സുമേഷ് C, പ്രൊഫസർ മ്യൂസ് മേരി, ജലീൽ ടിക്കുന്നത്ത്, സ്മിത ശൈലേഷ്, ഡോക്ടർ C. രാവുണ്ണി, ഡോക്ടർ CF ജോഫി ജോൺ, ഉദയ പയ്യന്നൂർ, മണികണ്ഠൻ C. 8ാം ഘട്ടം. 9ാം ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ ഉദയ പയ്യന്നൂര്, മണികണ്ഠൻ C. ജസ അൻവർ, ഒരു കുട്ടിയാണ്, ബാലകവിയാണ്. സഖാവ് KV അബ്ദുൽ ഖാദർ, നമ്മുടെ CPIM-ന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയാണ്. സുവീരൻ PK, നാഷണൽ അവാർഡ് ബിഹാരി സിനിമയ്ക്കൊക്കെ കിട്ടിയ നാടക സുഹൃത്താണ്. അത് കഴിഞ്ഞാൽ അവനി ബാല ആൻഡ് തപസ്യ നീതു, 2 പേരും കുട്ടികളുടെ. ശനിയാഴ്ച ഇന്നലെ കംപ്ലീറ്റ് കുട്ടികളുടെ ദിവസമായിരുന്നു. ഈ 61ാം ദിനമാണ്. 62ാം ദിവസം ഇന്ന് സമാപനം ഡോക്ടർ R. ബിന്ദു. കൂടുതലൊന്നും പറയുന്നില്ല. ഇനിയും യുദ്ധത്തിനെതിരെയുള്ള പോരാട്ടം തുടരും.
ഒപ്പം നിന്നവരും ഇനി ഒപ്പം മനസ്സുകൊണ്ടും പിന്നെ കവിത കൊണ്ടും എല്ലാം കൊണ്ടും എഴുത്തുകൊണ്ടും ഒക്കെ ഒപ്പം നിന്നവരും നമുക്ക് വീണ്ടും വീണ്ടും ക്ഷണിക്കുകയാണ്. ഔപചാരിക ചടങ്ങുകളില്ലെങ്കിലും യുദ്ധവിരുദ്ധ കവിതകൾ അതിന്റെ വീഡിയോകൾ തരികയാണെങ്കിൽ നമ്മൾ നമ്മുടെ യൂട്യൂബിലിടും. 100-700ഓളം യൂട്യൂബ് കണ്ടന്റ്സ് ഉള്ളതാണ് കാവ്യശിഖയുടെ യൂട്യൂബ്. അത് സബ്സ്ക്രൈബ് ചെയ്യും വേണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഒപ്പം നിന്നവരെല്ലാം മനസാക്ഷിയുള്ളവരും യുദ്ധത്തെ അനുകൂലിക്കുന്നവരുണ്ടെങ്കിൽ അത് മനസാക്ഷി ഇല്ലാത്തവരുമാണ്. അങ്ങനെയാണ് മനസാക്ഷിയുള്ളവരും മനസാക്ഷി ഇല്ലാത്തവരും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. സാംസ്കാരികമായ ഇത്തരം കാലത്തെ അധ്വാനവും ഇത്തരം ഗിവ് ആൻഡ് ടേക്കും ആ ഒരു ഔന്നത്യം ഉയർത്തിപ്പിടിക്കുന്നവരും സംസ്കാരം വേണ്ട, കല വേണ്ട, സാഹിത്യം വേണ്ട, കവിത വേണ്ട എന്ന് പറയുന്ന ഈ വെറും ചൂഷകരായിട്ടുള്ള മനുഷ്യനും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. ലോക മനസാക്ഷി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ആദ്യകാലം മുതലേ സംഭവിച്ചിട്ടുള്ള എല്ലാ സാംസ്കാരിക മുന്നേറ്റങ്ങളും അത് ഇല്ലാതെ അന്ധവിശ്വാസത്തിലേക്കും ഒക്കെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാ യുദ്ധവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധം കൂടിയാണ്. കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിനെ തകർത്തുകൊണ്ട് കൃത്യമായിട്ടും ഇമ്പീരിയലിസ്റ്റ് സാമ്രാജ്യത്വ ഈ കൊള്ള ചെയ്യുന്ന, ചൂഷണം ചെയ്യുന്ന, മനുഷ്യരെ കൊന്നൊടുക്കുന്ന, കൊല്ലുക തിന്നുക എന്ന് പറയുന്ന രീതിയിലുള്ള സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് വിത്ത് വെപ്പൺസ് എന്ന് പറയുന്ന അതിഭീകരമായ ഒരു വിഭാഗം ആളുകളും മാനവികത വേണമെന്നും സമത്വവും സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും സാഹോദര്യം വേണമെന്ന് പറയുന്ന ഇതുവരെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി വരുന്നതിന് മുമ്പുള്ള മാനവിക ഐഡിയോളജിയും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയും ഇതും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമാണ് ഈ പറഞ്ഞ യുദ്ധവെറിയുടെ ആളുകളും സമാധാന കാംക്ഷികളും എന്ന് പറയുന്ന വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ചുരുക്കി പറയാം. കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി വേഴ്സസ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ബുദ്ധന്റെ ആശയങ്ങളും വേഴ്സസ് യുദ്ധം. അഭിവാദ്യങ്ങൾ. ചാക്കോടി അന്തിക്കാട്. അതുപോലെ അഭിമാനിക്കേണ്ട മറ്റൊരു കാര്യം 1100-ലധികം കവിതകൾ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. എഴുത്തും കവിതയും സ്റ്റേറ്റ്മെന്റും പല രീതിയിൽ 1100-ലധികം. 1500 നമ്മൾ ലക്ഷ്യം വെച്ചത്. പക്ഷെ നമ്മൾ അടുത്ത ഘട്ടങ്ങളിൽ ഇങ്ങനെ ദിവസങ്ങളിലായിട്ട് അത് ആ ലക്ഷ്യത്തിലെത്തുമെന്നുള്ളത്. ഇന്നത്തെ ഈ സമാധാന ജ്വാല സമാപിക്കുന്ന ദിവസത്തിൽ സ്വാഗതം പറയുന്നത് ശ്രീമതി രമന വികാസ്, ആമുഖം ഡോക്ടർ സി രാവുണ്ണി, അവലോകനം ചെയ്യുന്നത് ചാക്കോടി അന്തിക്കാട്, ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഡോക്ടർ ആർ ബിന്ദു, നന്ദി അർപ്പിക്കുന്നത് സഖാവ്. പ്രിയപ്പെട്ടവരെ, കാവ്യശിഖ തുടങ്ങി വച്ച യുദ്ധത്തിനെതിരെയുള്ള സമാധാന ജ്വാല എന്ന ക്യാമ്പയിൻ കവി സച്ചിദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത് 1000-ലധികം കവികൾ യുദ്ധത്തിനെതിരെ കവിതകൾ എഴുതി സമാധാന ജ്വാലയെ ഒരു മഹാപ്രവാഹമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്നേ വരെ ഒരു സംഘടനയും യുദ്ധത്തിനെതിരെ ഇത്രയും അധികം ദിവസം 2 മാസത്തിലധികമായി തുടർന്നു പോകുന്ന ഈ ക്യാമ്പയിൻ മറ്റൊരു സംഘടനയും നടത്തിയിട്ടില്ല. യുദ്ധത്തിനെതിരെ എന്നും ഉറക്കെ ശബ്ദിക്കുന്ന ഒരു സംഘടനയാണ് കാവ്യശിഖ എന്ന സാംസ്കാരിക സംഘടന. കവി രാവുണ്ണി മാസ്റ്ററാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഏറെ ആവേശത്തോടുകൂടി കൺവീനറായ ചാക്കോടി അന്തിക്കാട് ഒപ്പം
തോളോട് തോൾ ചേർന്ന് ഈ സമാധാന ജ്വാല സമാപിക്കുമ്പോൾ സമാപന ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കേവർക്കും പ്രിയങ്കരിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ്. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി കൂടിയായ ബിന്ദു ടീച്ചർ നല്ലൊരു കവിയും കൂടിയാണ് എന്നതാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത. സാംസ്കാരിക രംഗങ്ങളിലെല്ലാം ടീച്ചർ നിറഞ്ഞു നിൽക്കുന്നു. ഭരണപരമായ നേതൃത്വത്തിൽ മാത്രമല്ല, ഒരു മനുഷ്യന് മാനവികതയ്ക്ക് മനുഷ്യത്വത്തെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റിയ സാംസ്കാരിക മേഖലയിലെല്ലാം ടീച്ചർ നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് ഏറെ സന്തോഷമായിട്ടുള്ളത്. സ്വാർത്ഥ ചിന്തയോടുകൂടി എല്ലാം തനിക്കായി നേടണമെന്നും ആഗ്രഹിക്കുന്ന ഏത് രാജ്യവും ഏത് മഹാരാജാക്കന്മാരും അവസാനം എത്തി നിന്നത് ഇതുകൊണ്ടൊന്നും നേടാൻ കഴിയുന്നില്ല എന്ന വലിയ സത്യത്തിലേക്കാണ്. ഈ തിരിച്ചറിവ് ഉണ്ടായിട്ടും എന്നും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നത് മനുഷ്യ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന മാറാവ്യാധിയാണ്. യുദ്ധം കൊണ്ട് ഒരുപാട് ജീവിതങ്ങളെ ഇല്ലാതാക്കാനും ഒരുപാട് ജീവിതങ്ങളെ കണ്ണീരിൽ ആഴ്ത്താനും കഴിയും എന്നത് മാത്രമാണ് അതുകൊണ്ടുള്ള നേട്ടം. 1000-ലധികം കവികൾ ഈ പ്രയാണവുമായി, യുദ്ധത്തിനെതിരെ കവിതകൾ എഴുതി ഈ മഹാപ്രയാണവുമായി മുന്നോട്ട് പോയപ്പോൾ ഇതൊരു മഹാപ്രവാഹമാക്കി മാറ്റി നമ്മളുടെ കൊച്ചുകുട്ടികളടക്കം LP ക്ലാസ്സുകളിലെയും UP ക്ലാസ്സുകളിലെയും ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറിയിലെയും കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികളടക്കം ഒട്ടനവധി വിദ്യാർത്ഥികളാണ് ഈ സമൂഹ തിന്മയ്ക്കെതിരെ സമാധാന ജ്വാലയ്ക്ക് തിരികൊളുത്തിക്കൊണ്ട് ഓടി നടന്നത്. ഇതുകൊണ്ട് അവസാനിക്കില്ല. എത്രയോ പുസ്തകങ്ങൾ കാവ്യശിഖ ഇറക്കി സമാധാനത്തിന് വേണ്ടി, സന്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി, മനുഷ്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം സാർത്ഥകമാക്കുന്നതിന് വേണ്ടി, മാനവികതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇനിയും കാവ്യശിഖ ഈ ദൗത്യം തുടരുക തന്നെ ചെയ്യും. ഒരു സാംസ്കാരിക മേഖലയും കാവ്യശിഖയെപ്പോലെ ഇത്രയും കാലം 62ാം ദിവസത്തിലെത്തുമ്പോൾ സമാപിക്കുന്ന ഈ സമാധാന ജ്വാല പോലെ ഇത്രയും നീണ്ട ഒരു കാലയളവിൽ യുദ്ധത്തിനെതിരെ പ്രവർത്തിച്ച, സംസാരിച്ച, മുന്നോട്ട് തയ്യാറെടുത്തു വന്ന ഒരു സാംസ്കാരിക സംഘടനയും ഇല്ല തന്നെ. അതിന് രാവണ്യമാഷോടും ചാക്കോമാഷോടും അതിനോടനുബന്ധിച്ച് പ്രവർത്തിച്ച മറ്റ് അണിയറയിലെ എല്ലാ ശില്പികളോടുമുള്ള നന്ദിയും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ശിഖ എന്നും സമാധാനത്തിനു വേണ്ടി, സന്തോഷത്തിനു വേണ്ടി, സർഗാത്മകതയ്ക്ക് വേണ്ടി, നാളെയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചിന്തയെ രാഗി മിനുക്കുന്ന ഒരു വലിയ സാംസ്കാരിക സംഘടനയായി മാറുകയാണ്. എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം, സമാപന ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മളുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, കേരളത്തിലെ കവികളുടെ വാട്സാപ്പ് കൂട്ടായ്മയായ കാവ്യശിഖയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 17-ാം തീയതി മുതൽ തുടർന്നു വരുന്ന സമാധാന ജ്വാല എന്ന പരിപാടിയുടെ സമാപനം കുറിക്കുകയാണ് നാം ഇന്ന്. വളരെ വിപുലമായ പങ്കാളിത്തത്തോടെ ഈ യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട്. കാവ്യശിഖയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയകവി രാവുണ്ണിയേട്ടനെയും കാവ്യശിഖ അംഗങ്ങളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. യുദ്ധത്തിനെതിരായി പ്രതികരിച്ചുകൊണ്ട് നിരവധി സാംസ്കാരിക നായകന്മാരും നായികമാരും കവികളും
എഴുത്തുകാരും കലാകാരികളുമെല്ലാം ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി യുദ്ധവിരുദ്ധ സന്ദേശങ്ങൾ നൽകുകയുണ്ടായി. യുദ്ധവിരുദ്ധ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന മികച്ച കവിതകൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ കാവ്യശിഖ വാട്സാപ്പ് കൂട്ടായ്മയിലും ഫേസ്ബുക്കിലും എല്ലാം പ്രകാശിതമായി. രാജ്യ അതിർത്തികൾ വിപുലീകരിക്കുന്നതിൽ ശ്രദ്ധാലുക്കളായിട്ടുള്ള രാഷ്ട്ര നേതാക്കൾ തങ്ങളുടെ രാജ്യത്തുള്ള പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ആണ്ടുമുങ്ങുന്ന അതിസാധാരണക്കാരായ ജനങ്ങളെ വിസ്മരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ശത്രുക്കളെ മുന്നിൽ കണ്ടുകൊണ്ട് രാജ്യം ഭരിക്കുന്നവർ ഇന്ന് ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് പ്രതിരോധത്തിനു വേണ്ടിയാകുന്നു എന്നുള്ളത് വലിയ ഒരു വിരോധാഭാസമാണ്. മാനവരാശിയുടെ ഭാഗമായി നിന്നുകൊണ്ട് മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെയും ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മുടെ ഏവരുടെയും കടമയാണ്. ഈ ഭൂമി എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. മനുഷ്യർ മാത്രമല്ല, സർവ ജീവജാലങ്ങളും സസ്യജാലവുമെല്ലാം ഈ ഭൂമിയിൽ പരസ്പരം ഇണങ്ങിച്ചേർന്ന് ഹൃദ്യമായ ജൈവബന്ധം പുലർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്നതാണ് ഏവർക്കും അഭികാമ്യം. അതാണ് ഒരു ആദർശാത്മകമായ നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം സഫലീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി നമുക്കേവർക്കും പങ്കാളികളാകാം. കവിതയും മറ്റ് രചനാ സങ്കേതങ്ങളും ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹ്യമായി സജീവമായി നിന്നുകൊണ്ട് ഗുണകരമായ ഒരു സാമൂഹ്യ മാറ്റത്തിനായി, അതായത് സാമൂഹ്യനീതിയും സമഭാവനയും പുലരുന്ന സമൂഹ സൃഷ്ടിക്കായി നമുക്ക് കൈകോർത്ത് പിടിക്കാം. ഒരു ഉൾപ്രേരക സ്വഭാവത്തോടു കൂടി തന്നെ സമൂഹത്തിൽ പോസിറ്റീവായ പുതുചലനങ്ങൾ ഉണ്ടാക്കുന്നതിനും സമഭാവനയിൽ അധിഷ്ഠിതമായ സമൂഹത്തെക്കുറിച്ചുള്ള ധാരണകൾ നമ്മുടെ പിന്നാലെ വരുന്ന തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാനും നമുക്ക് കഠിന പരിശ്രമം തന്നെ ചെയ്യാം എന്ന് സ്നേഹപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായ സാധ്യതകളുള്ള ഈ ക്യാമ്പയിനിൽ അണിചേർന്ന എല്ലാ കാവ്യശിഖ പ്രവർത്തകരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സമാധാന ജ്വാലയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഏറ്റവും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. കാവ്യശിഖയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സമാധാന ജ്വാല 62 ദിവസവും കടന്ന് ഇന്ന് സമാപിക്കുകയാണ്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ ഈ സമാധാന ജ്വാല ജ്വലിപ്പിക്കുന്നതിന് വേണ്ടി വന്നു ചേർന്നു എന്നുള്ളത് അഭിമാനകരമാണ്. ഏറ്റവും സന്തോഷം തരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ ഒരുപാട് എപ്പിസോഡുകൾ ഞങ്ങളോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ സമാപന പരിപാടിയുടെ നന്ദി പറയുകയാണ്. ഇതിൻ്റെ ആമുഖ വർത്തമാനം പറഞ്ഞ് നമ്മളോടൊപ്പം നിൽക്കുന്ന കാവ്യശിഖയുടെ എല്ലാമായ പ്രിയപ്പെട്ട ശ്രീരാവുണ്ണിയേട്ടന്, ഇതിൻ്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് നമ്മളോടൊപ്പമുള്ള ശ്രീമതി സുഭാഷിണി മഹാദേവന, ഇതിൻ്റെ ഉദ്ഘാടനം മനോഹരമായി നിർവഹിച്ച് യുദ്ധ വിരുദ്ധ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം ചേർന്ന കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു ടീച്ചർക്കും, ഇതിൻ്റെ അവലോകനം നടത്തി ഈ ക്യാമ്പയിൻ വളരെയേറെ വിജയിപ്പിച്ച കാവ്യശിഖയുടെ ചാക്കോടി അന്തിക്കാട് മാഷിനും നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത് സമാധാന ജ്വാല ജ്വലിപ്പിച്ച മുഴുവൻ പേർക്കും, ഇതിൻ്റെ കോർഡിനേറ്റർമാരായി ഞങ്ങളോടൊപ്പം ചേർന്ന
മുഴുവൻ പേർക്കും ഇനിയുള്ള ദിവസങ്ങളിലും ഈ സമാധാന ജ്വാല അവസാനിക്കുന്നില്ല, പോരാട്ടം തുടരുകയാണ്. ഞങ്ങളോടൊപ്പം ചേരുന്ന ഇനിയുള്ള ദിവസങ്ങളിലും ഇതിനോടൊപ്പം ചേരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശ്രീ ശരത് സിത്താര എഴുതിയ 2 വരികൾ. യുദ്ധത്തിൽ നിങ്ങൾ വെടിയൊച്ച കേൾക്കുന്നു, ഞങ്ങളോ രാജ്യമില്ലാത്ത കുട്ടികളുടെ കരച്ചിൽ. യുദ്ധത്തിൽ നിങ്ങൾ വെടിയൊച്ച കേൾക്കുന്നു, ഞങ്ങളോ രാജ്യമില്ലാത്ത കുട്ടികളുടെ കരച്ചിൽ. നന്ദി, നമസ്കാരം.